നമസ്കാരം. ഏറ്റവും പുതിയൊരു പെൻഷൻ വിതരണ വാർത്താ അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്താ അറിയിപ്പിൽ ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 62 ലക്ഷത്തോളം വരുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വീഡിയോ വഴി നിങ്ങളുമായി പങ്കുവെക്കുവാൻ വേണ്ടിയാണ്. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്താം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ചുള്ള 3200 രൂപയുടെ വിതരണമായിരുന്നു സംസ്ഥാനത്ത് നടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കായിരുന്നു ആദ്യം തുക ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് 1, 2, 3 ദിവസം കഴിഞ്ഞായിരുന്നു സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയിട്ട് കൈകളിലേക്ക് പെൻഷൻ സ്വീകരിക്കുന്ന ആളുകളുടെ കൈകളിൽ തുക നൽകിയിട്ടുണ്ടായിരുന്നു. ഓണത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള 3200 രൂപയുടെ വിതരണം നമ്മുടെ സംസ്ഥാനത്ത് പൂർണ്ണമായും അവസാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ 25-ാം തീയതി. ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന മറ്റൊരു കാര്യമാണ്, നമ്മുടെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 4 മാസമായി കൃത്യമായി പെൻഷൻ തുക അതാത് മാസങ്ങളിൽ വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് 5 മാസത്തെ പെൻഷൻ തുക കുടിശ്ശികയായിരിക്കുന്ന സാഹചര്യത്തിൽ 1 മാസത്തെ പെൻഷൻ തുകയായിരുന്നു ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് കുടിശ്ശിക പെൻഷനിൽ നിന്ന് 1 മാസത്തെ പെൻഷൻ തുക കഴിഞ്ഞ മാസത്തെ പെൻഷൻ തുകയുമായിരുന്നു ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വിതരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും നമുക്കറിയുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. നമുക്ക് എല്ലാവർക്കും 2024 ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് ആണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. 2023 ഒക്ടോബർ മാസം വരെ പെൻഷൻ തുക കൈപ്പറ്റിയ എല്ലാ ആളുകളും 2024 ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പിന്നീട് പറയുവാനുള്ള മറ്റൊരു കാര്യം, നിങ്ങൾ കൃത്യമായി ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത മാസം മുതൽ പെൻഷൻ തുക വിതരണം ചെയ്യുന്ന പദ്ധതി നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര വിഹിതമായുള്ള പെൻഷൻ തുക കൈപ്പറ്റുന്ന ഒരുപാട് ആളുകൾക്ക് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ പെൻഷൻ തുക വിതരണം ചെയ്ത 500 രൂപ മുതൽ 200 രൂപയുടെ കുറവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര വീതം ലഭിക്കാത്തവർക്കാണ് ആ ഒരു കുറവ് സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര വീതത്തിന് അർഹതയില്ലാത്ത ആളുകൾക്കൊക്കെ സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻ വീതം കൃത്യമായിട്ട് എത്തിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചു. കഴിഞ്ഞ 6 മാസമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര വീതം വിതരണം ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ വീട് 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ പെൻഷൻ ലിസ്റ്റിൽ നിന്ന് ഒരുപക്ഷെ പുറത്താകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ കാറ് അത്തരത്തിലുള്ള വാഹനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പെൻഷൻ ലിസ്റ്റിൽ നിന്ന് പുറത്താകും. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ എയർ കണ്ടീഷണർ അതായത് AC ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ പെൻഷൻ ലിസ്റ്റിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും. അത് സംബന്ധിച്ചുകൊണ്ടുള്ള വിശദമായ വാർത്ത ഇപ്പം നമ്മൾ നാളെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോൻ്റെ കമന്റായി രേഖപ്പെടുത്തുക. പുതിയൊരു പെൻഷൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.